ഹലോ 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 നമ്മളിന്ന് ഒരു ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, മനസ്സ് ആശ്വസിപ്പിക്കാൻ പിന്നെ ഈ മണിയൊക്കെ കെട്ടാനായിട്ട് ഒരു അമ്പലത്തിൽ പോകുമല്ലോ. മണികെട്ടി അമ്പലത്തിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ മണിയൊക്കെ കെട്ടി ഇപ്പം ഈ ബീച്ച് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത്, അങ്ങോട്ട് പോവാണ്, ടോയ്ലറ്റിലോട്ട് പോവാണ്. അപ്പം ഇപ്പോൾ കുറച്ച് പേരെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇത് ബിൻസി ആൻറ്റീൻ്റെ മോൻ, പിന്നെ അതെ ബിൻസി ആൻറ്റീൻ്റെ അമ്മ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛനും ബിൻസി ആൻറ്റീൻ്റെ മോള് എൻ്റെ അനിയത്തിയുമാണ് നടക്കുന്നത് എൻ്റെ അവിടെ ആയിട്ട്. അപ്പം നമ്മളിന്ന് കുറച്ച് ഷോപ്പിംഗ് വീഡിയോ പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ പോവും. അപ്പം നമുക്ക് ഇന്ന് ടോയ്ലറ്റിൽ പോയിട്ട് ഹലോ നമ്മൾ ടോയ്ലറ്റിലൊന്നും പോയിട്ടില്ല. അതേ കണ്ട പോണണ്ട കൊച്ചുകുരിപ്പാണ്. അപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോയിട്ട് കാണാമല്ലേ. ഓക്കെ ബൈ. ഹലോ, നമ്മളിപ്പം ടോയ്ലറ്റിലൊക്കെ പോയി. എന്താണ് ഫോട്ടോ എടുത്താലോ? പോവാം. ഇത് ആണ് ബിൻസാനിയുടെ മൂത്ത മകൻ അല്ലേ, എൻ്റെ സ്വന്തം അനിയത്തി. നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഒന്നും കൂടി ഒരു ആർഭാടമൊക്കെ ഇല്ലേ ഇങ്ങനത്തെ സ്ഥലമൊക്കെ വരുമ്പോൾ, അപ്പം അതൊക്കെ ഒന്ന് നടത്താം. വാ. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ഒന്നും മേടിച്ച തരില്ല, ഉറപ്പാണ്. അപ്പം എനിക്ക് നിങ്ങളോട് 1000 നന്ദി പറയാനുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ 24, 25, 26 വീഡിയോ സംതിങ് ഇട്ടിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ യൂട്യൂബ് ഞാൻ ഒരു വീഡിയോ കൂടി എടുക്കാൻ തുറന്നപ്പോൾ കണ്ട കാഴ്ച, യു ഹിറ്റ് 500 വ്യൂസ് ഒന്നും പറയാനായിരുന്നു ഇട്ടേക്കുന്നത്. നിങ്ങൾ കാരണമാണ് എനിക്കത് നടന്നത്. എനിക്കുണ്ടായൊരു സന്തോഷം അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് നമുക്ക് പാറയിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. എൻ്റെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കാം. വാ ചേച്ചി, അപ്പം നമ്മൾ പോവല്ലേ. അപ്പം നമ്മൾ പറ ഒന്ന് ഉദ്ദേശിച്ചത് അത് കണ്ടോ, നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. നമ്മൾ പറയുന്നത് ഫോട്ടോ എടുക്കാൻ പോകും. നമ്മൾ പോവാം. കുറച്ച് ഫോട്ടോ ഒക്കെ ആചാര്യാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഒരു അപ്പുറത്തും ഇപ്പുറത്തും കല്ലാണ്, നടുക്കൊരു നേരെയുള്ള നല്ല സൂപ്പർ വഴിയുണ്ട്. നിങ്ങൾ ആ കല്ലിൽ കൂടി ഇങ്ങനെ ചാടിയും മറിഞ്ഞും ഒക്കെ പോണവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ സ്വഭാവം അതൊക്കെ തന്നെ. എന്താണ് ആദ്യം എനിക്കൊരു നാണമില്ലേ ഉണ്ടായിരുന്നു, ഈ വീഡിയോ ഇടുമ്പോൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, വ്യൂസ് കിട്ടുമോ, 8 നില പൊട്ടുമോ എന്നൊക്കെ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് യൂട്യൂബുകാർ തന്നെ കളഞ്ഞു. അതിൻ്റെ പ്രതികാരമൊക്കെ ആയിട്ടല്ല ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഒരു വെക്കേഷൻ ടൈമിനൊരു സന്തോഷം, ഞാൻ വെറുതെ ഇട്ടതാണ്. അത് 4-5 വീഡിയോ 24 വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ തന്നെ ഈ ഹിറ്റാന്ന് പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഇട്ടാണ്. ചേച്ചി ഇവരോട് പറഞ്ഞാൽ തീർന്നില്ല. എന്താണ് പറഞ്ഞത്? ചേച്ചി ഇവരോട് പറഞ്ഞാൽ തീർന്നില്ലേ? ഇല്ല, ഇവൾക്ക് എന്താണ് മറ്റേ ഐസ്ക്രീം, ഈ ബജിയൊക്കെ കഴിച്ച് മലേൻ്റെയും പുറത്തേക്ക് കുത്തി മറിഞ്ഞ് ഫോട്ടോ എടുത്ത് ക്ഷണിട്ടോ ഇവൾക്ക് ഇഷ്ടം. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ. പിന്നെ ബീച്ച് നമുക്ക് കാണാം. എന്താണ് കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സ്വഭാവം അതൊക്കെ തന്നെയാണ്. നമുക്ക് പോവാം. നിങ്ങൾ വിചാരിക്കണ്ടോ എന്താണ് ഇപ്പോൾ പോകാൻ പോകാത്തത്. ഇപ്പം പോവാണ് നമ്മളതേ അച്ഛൻ അവിടെ എത്തി. ഞാൻ പറഞ്ഞു നിന്നാണ് കേട്ടോ. അപ്പം നമുക്ക് പോവാം. അപ്പം മണികെട്ടി അമ്പലത്തിന് മറ്റേ അന്നദാന മന്ദിരം അവിടെയാണിപ്പം. എൻ്റെ കയ്യിൽ കാശുണ്ട്. ആണോ? എൻ്റെ ബാഗിൽ. നമ്മളിപ്പം നേരെ ടോയ്സ് കടയിലോട്ടാണോ അതോ സൈഡിലെ കടയിലോട്ടാണോ
എനിക്കറിയില്ല, ഞാൻ ടോയ്സിലോട്ടൊന്നും ഇപ്പോൾ പോകാറില്ല. കാരണം എന്താണെന്നറിയോ, കുറേ ടോയ്സ് മേടിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെ അത് ഇറക്കി വെക്കണം. അതിൻ്റെ കഷ്ടപ്പാട് അതുകൊണ്ടാണ്. ശിവപ്രിയ ചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിക്കാനാണ് ഞാൻ അങ്ങോട്ട് പോകണം. ഓക്കെ ഓക്കെ, നമ്മൾ അച്ഛൻ കളിപ്പാട്ടത്തിൻ്റെ അങ്ങോട്ടല്ല പോകുന്നത്, നേരെ സൈഡിലോട്ടാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് വാങ്ങിച്ചാലോ? കയ്യിൽ കാശുണ്ടോ? എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ ബാഗിൽ. എൻ്റെ കയ്യിലില്ല, പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് കടയിൽ കയറിട്ട് ചേച്ചി. മിസ്സിങ് അച്ഛനെ കണ്ടില്ല, മുമ്പേ നടന്നു പോയി അച്ഛനെ കണ്ടില്ല. ദൈവമേ, കുഞ്ഞുകൊച്ചനെ കണ്ടില്ല. അവരെങ്ങോട്ടൊക്കെ നടന്ന് പോയി. നമുക്കും പുറകെ ചെല്ലാം. ഇവിടെ വളവും ദ്വീപൊക്കെ ഇല്ലേ, ആ സ്ഥലത്തോട്ട് പോയതാണെന്നാ തോന്നുന്നു. കിട്ടി ഇടവഴിയിലോട്ട് പോയതാണ് ഗൈസ്. കിട്ടി. വാ വേഗം വാ. ചോദിച്ചു എന്തേ കോളിഫ്ലവർ വേണോ, ബജ്ജി വേണോ, സോസ് വേണോ എന്നൊക്കെ ചോദിക്കണം. ഇതേ പുറകെ വന്നുണ്ട്. നമ്മൾ അച്ഛൻ കരിവളയാ വാച്ച്. ഹായ് വാച്ച്, നമുക്കൊന്ന് നോക്കാം. ദേ ഗൈസ്, എനിക്ക് മറ്റേ ഏണിയും ബാമ്പു. എൻ്റെ കയ്യിൽ കാശില്ല. എൻ്റെ ഉണ്ട്. മേടിച്ചോടി നീ എന്നാ. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഇത് തേൻ കിട്ടി. എൻ്റെ ഇവിടെ വാച്ചിൻ്റെ സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് മേടിച്ചു തരില്ല. കാര്യം എന്താണെന്നറിയോ, റിയലാണ് ഈ കിടക്കണം, ഫേക്ക് മേടിച്ചു തരില്ല. എടാ റിയലുള്ള അപ്പോൾ ഫേക്ക് വെച്ചിട്ട് എന്താ കാര്യം? റിയൽ വേണമെങ്കിൽ മേടിച്ചു തരും കേട്ടോ. അപ്പം നമുക്ക് വെച്ചിട്ട് ഇതേ സാധനം തന്നെ കഴിച്ചിട്ട് പോകാം. മേടിക്കാം. അമ്മേ എന്തേ അപ്പം നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യണോ? എന്ത് ചെയ്തേക്കാം അല്ലേ? നമ്മൾ ഓരോ ഷോർട്ടായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.